ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പോൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യണം. ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. യാൺ ഓവർ ചെയ്യുക. 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്ത് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു അടുത്ത 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ഈ ഒരു റോ മുഴുവനും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഞാനിപ്പോൾ 10 ചെയിനാണ് ഇട്ടത്. പക്ഷേ നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ അതിൽ കൂടുതൽ ചെയിൻസ് ഇട്ടിട്ട് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ഒരു വർക്കുകൾ നീറ്റിൽ കിട്ടുള്ളൂ. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നമ്മളെ വർക്ക് നല്ല നീറ്റിൽ കിട്ടും. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ചസൊക്കെ നീറ്റിൽ പഠിച്ചാലേ നമുക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്രോഷ്യ പഠിക്കുമ്പോൾ മടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മാക്സിമം നമ്മൾ കിട്ടുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം. നമ്മളെ വർക്ക് ക്യൂട്ട് ഉണ്ടെങ്കിലേ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് ചെയിനിലും നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് 3 ചെയിൻ നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി വീണ്ടും 1 2 3 ചെയിൻസ് ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു സ്പേസിലൂടെയാണ്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയുള്ള ഒരു സ്പേസിലൂടെയാണ് താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഈ ഒരു സ്പേസിലൂടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളിതിൻ്റെ ബാക്ക് പോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ അടി കൂടിയ ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇപ്പോൾ ഫ്രണ്ട് പോസ്റ്റിൽ ഇങ്ങനെ ആണെങ്കിൽ ഇത് നമ്മൾ അടിയിലൂടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ എടുക്കും. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് യാൺ ഓവർ ചെയ്യണം. ഇത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്ക് യാൺ ഓവർ ചെയ്യണം. യാൺ ഓവർ ചെയ്ത് അടിയിലൂടെ ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ